നമുക്ക് ഇന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കണ പത്തിരി ഉണ്ടല്ലോ, ചെറിയ പത്തിരി, അത് ഉണ്ടാക്കുവാണ് ഞാൻ. അപ്പോൾ പൊടിയൊക്കെ കുഴച്ചതാണ് കുറച്ച്. അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 2 കപ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അരിപ്പൊടിയാണ് കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാം. അരിപ്പൊടി ഇട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. വെള്ളം ഒന്ന് തിളച്ചോട്ടെ. ഇതിൽ ജീരകവും വെളുത്തുള്ളിയും 5 ചുവന്നുള്ളിയും 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും ഇട്ട് തിളപ്പിക്കുന്നതാണ് കേട്ടോ. നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുള്ള ചെറിയ പത്തിരി, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ആ പത്തിരി. നമുക്ക് ഉണ്ടാക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കട്ടെ. ഇളക്കി കൊടുക്കാം പൊടി. ചൂടാണ്, എന്നാലും പയ്യെ കുഴച്ചെടുക്കാം. കുഴച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉരുട്ടി പരത്തി എടുക്കാം നമുക്ക്. പലകയിൽ വെച്ച് പരത്താം കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയാലും മതി, പക്ഷെ റൗണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. നല്ല രുചിയാണ്. അതുകൊണ്ട് വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ ടേസ്റ്റും ആ ജീരകത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കുമ്പോഴേക്കും നല്ല രുചിയാണ്. നമുക്കിത് ഉണ്ടാക്കാം. പരത്തിക്കോട്ടെ കേട്ടോ. വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. മാവെല്ലാം പരത്തി പത്തിരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കേട്ടോ, പത്തിരിയാക്കിയിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും എല്ലാം നല്ല മണമുണ്ട്. നമുക്കിത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ.
അപ്പോഴേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചട്ടി ഒന്ന് അടുപ്പത്തോട്ട് വെച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നെറ്റ് തീർന്നു പോയി കേട്ടോ. അപ്പോൾ നമുക്കത് ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അതിലേക്ക് 2-3 ജീരകവും ഏലക്ക ഇത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് മിക്സിയിൽ അടിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഒഴിക്കുക. കുറച്ച് ഉപ്പിട്ട് നല്ലോണം തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് 2 ഗ്ലാസ് പൊടിയെടുത്ത് അതിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ച് നല്ലോണം കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം പരുത്തിയെടുക്കുക. റൗണ്ടിൽ വേണ്ട പരുത്തി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഈ റൗണ്ട് ആക്കണം കേട്ടോ. നമുക്കപ്പോൾ ഇത് ഉണ്ടാക്കാം കേട്ടോ. വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന പത്തിരിയാണ് കേട്ടത്. നമ്മൾ ഇപ്പോൾ ഒരു ചായ കുടിക്കാനും ചിലർ ചായക്കടയിൽ കയറി എന്താ വേണ്ടതെങ്കിൽ പത്തിരി. അത് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ പത്തിരി ചോദിക്കുന്നത്. ഇഷ്ടമാണ്, ടേസ്റ്റ് ഉണ്ടാവും. ഈ ജീരകത്തിൻ്റെയും ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഉള്ള കാരണം ആൾക്കാർ ചോദിക്കും. നല്ല സോഫ്റ്റും ആണല്ലോ കഴിക്കാനായിട്ട്, അതുകൊണ്ട് ഇഷ്ടപ്പെടും. മുരിക്കട്ടെ കേട്ടോ. അധികം മുരിയണ്ട, ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. നല്ലോണം മുരിയണമെന്നൊന്നുമില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് മൊരിഞ്ഞോട്ടെ, ഒന്ന് മൊരിഞ്ഞോട്ടെ കേട്ടോ. രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കുക. മൊരിയട്ടേട്ടാ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ. കടലക്കറി, നല്ല കടലക്കറി ഉണ്ടെങ്കിൽ കഴിക്കാട്ടോ. നല്ല സ്വാദാണത്. വേറെ ഒന്നും ചേർക്കണ്ട. ജീരകവും വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടി കൂട്ടി അരച്ചത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് അതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. വേറെ ഒന്നും ചേർക്കണ്ട. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടമുള്ളവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം കേട്ടോ. പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്.
ഇത് കോരിയിട്ട് നമുക്ക് ചട്ടി മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ പത്തിരി നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ട് പത്തിരി ഉണ്ടായിട്ടുണ്ട്. എന്താ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല പത്തിരി. നല്ല രുചിയുണ്ട് കഴിക്കാനും മണക്കാനും ഒക്കെ. എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. എന്താ നല്ല പത്തിരി മണമൊക്കെ ഉണ്ട്, നല്ല വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും മണമുണ്ട് കേട്ടോ. ചൂടാണ് എന്നാലും ടേസ്റ്റ് ചെയ്യുവാണ്. സൂപ്പർ. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഈ പത്തിരി ഉണ്ടാക്കി കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.